നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ 200 വിമാനങ്ങൾ വൈകി. കനത്ത മൂടൽമഞ്ഞിൽ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെ ദൂരക്കാഴ്ചയ്ക്ക് തടസ്സം നേരിട്ടു. ഈ ദൂരക്കാഴ്ച 0-ലേക്ക് കുതിർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനങ്ങൾ വൈകുന്ന സാഹചര്യം ഉണ്ടായത്. വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിരിക്കുകയാണ് കനത്ത മൂടൽമഞ്ഞ്. വെള്ളിയാഴ്ച മാത്രം 200 വിമാന സർവീസുകളാണ് വൈകിയത്. ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ വൈകി. ട്രെയിൻ ഗതാഗതവും താളം തെറ്റി. 24 ട്രെയിനുകൾ വൈകുന്ന സാഹചര്യമുണ്ടായി. 13 എണ്ണത്തിന്റെ സമയം പുനഃക്രമീകരിച്ചു. അമൃത്സർ, ഗുവാഹത്തി വിമാനത്താവളങ്ങളിലും മൂടൽമഞ്ഞ് സർവീസുകൾ വൈകിച്ചു. ഇവിടങ്ങളിൽ ദൂരക്കാഴ്ച 0 മീറ്റർ ആയിരുന്നു. കനത്ത മൂടൽമഞ്ഞ് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിമാനങ്ങളുടെ സമയമാറ്റം യാത്രക്കാർ പരിശോധിക്കണമെന്നും വിമാന കമ്പനികൾ മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് മൂടുന്ന സാഹചര്യമുണ്ടായി. കഠിനമായ ശൈത്യകാലം തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടുകളില്ലാത്ത ഒരുപാട് ആൾക്കാർ രാത്രി ഷെൽട്ടറുകളിൽ താമസിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഇന്ന് രാവിലെ 5:30 ഡൽഹിയിൽ 10.2 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ സമയത്ത് നഗരത്തിലെ താപനില 9.6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതേസമയം ദേശീയ തലസ്ഥാനത്തെ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുകയാണ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കണക്കനുസരിച്ച് ഡൽഹിയിൽ ഇന്ന് രാവിലെ 6-ന് AQI, അതായത് വായു ഗുണനിലവാര സൂചിക 385 ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 348 ആയിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശൈത്യതരംഗം തുടരുന്നു. ജമ്മുകശ്മീരിലും ഹിമാചൽ പ്രദേശിലും മഞ്ഞുവീഴ്ച ശക്തമായി. കനത്ത മൂടൽമഞ്ഞ് ഡൽഹിയിൽ ജനജീവിതത്തെ വളരെ വലിയ രീതിയിൽ ബാധിച്ചു. മാത്രമല്ല, വിമാന സർവീസുകളെ ബാധിക്കുക മാത്രമല്ല, ട്രെയിനുകളും വൈകിയാണ് സർവീസ് നടത്തുന്നത്. നോയിഡയിൽ സ്കൂളുകളിൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ബീഹാർ സംസ്ഥാനങ്ങളിലും താപനില 10 ഡിഗ്രിക്ക് താഴെയാണ്. ജമ്മുകശ്മീരിലും ഹിമാചൽ പ്രദേശിലും മഞ്ഞുവീഴ്ച ശക്തമായതോടെ പല റോഡുകളും അടയ്ക്കുന്ന സാഹചര്യമുണ്ടായി. വിനോദസഞ്ചാരികൾ പലയിടത്തും കുടുങ്ങി. ഇരു സംസ്ഥാനങ്ങളിലും താപനില -ലേക്ക് എത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.